നമ്മൾ പ്രീമിയർ ലീഗിന്റെ പോയിന്റ് ടേബിൾ എടുത്ത് നോക്കുമ്പോൾ എപ്പോഴും എന്താ നോക്കുക, ആ ഒരു ടോപ്പ് 2 അല്ലെങ്കിൽ ടോപ്പ് 4 ഏതൊക്കെ ടീമാ, അവർ തമ്മിലുള്ള പോയിന്റ് ഡിഫറൻസ് എന്തൊക്കെ, അങ്ങനെയുള്ള സംഭവങ്ങളാ. പക്ഷേ നമ്മൾ ഏറ്റവും താഴേക്ക് പോയി നോക്കുമ്പോൾ ഒരു ടീം ഉണ്ട് 20ാം സ്ഥാനത്ത്. 17 മാച്ചില് 0 വിൻസ്, 2 ഡ്രോസ് ആൻഡ് 15 ലോസസ്. ആകെ രണ്ട് പോയിന്റ് ആണ് ഈ ഒരു സീസണിൽ അവർക്കുള്ളത്. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും കഴിഞ്ഞ സീസണിൽ പ്രൊമോട്ടഡ് ആയി വന്ന ഏതെങ്കിലും ഒരു ക്ലബ് ആവും, അതുകൊണ്ടാണ് ഇത്രക്കും മോശമായിട്ടുള്ള ഒരു റിസൾട്ട് എന്ന്. നോ, നമ്മൾ വോൾവ്സിനെ പറ്റിയിട്ടാ പറയുന്നുണ്ട്. 2018-19 സീസണിൽ പ്രൊമോട്ട് ചെയ്യപ്പെട്ടതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് 2 സീസണിൽ 7ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ഒരു ടീമാണിത്. ഇപ്പോൾ ഓർക്കും വയ്യ. നിങ്ങൾ ആലോചിക്കണം, ഇവന്മാർ ഈ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് 8 വരെ കളിച്ചു, എന്നിട്ട് ഒരു ജയിലില്ല എന്നൊക്കെ പറയുമ്പോൾ വളരെ മോശം. 20ാം സ്ഥാനത്തിന് വലിയ ബാറ്റിലും കാര്യങ്ങളും ഒന്നും നടക്കണില്ല. ബട്ട് പ്രീമിയർ ലീഗിന്റെ ടോപ്പ് പൊസിഷന് വേണ്ടിയിട്ട് നല്ലൊരു അടി തന്നെ നടക്കുന്നുണ്ട്. മാൻ സിറ്റി, ആഴ്സണൽ ആൻഡ് ആസ്റ്റൺ വില്ല. സിറ്റി വെസ്റ്റ് ഹാമിനെ 3-0 തോൽപ്പിച്ച് 1ാം സ്ഥാനത്തേക്ക് കയറിയെങ്കിലും ആഴ്സണൽ എവർട്ടനെതിരെ 1-0 ജയിച്ച്. ഓക്കെ, 1-0, അതും ഒരു പെനാൾട്ടി. ഒരുത്തൻ ബാസ്കറ്റ് ബോൾ കളിക്കുക വാണ്ടൈക്കിനെ പോലെ, അതുകൊണ്ട് കിട്ടിയ പെനാൾട്ടി അവർ സ്കോർ ചെയ്യണു. ആ ഒരൊറ്റ ഗോളിൽ 3 പോയിന്റ് നേടി വീണ്ടും 1ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. എവർട്ടൺ ഒരു മാസ് ടീമാട്ടോ. ഈ സീസണില് വോൾഫ്സിനെ ഞങ്ങൾ തട്ടിക്കളഞ്ഞാളി, ഓരെ മാറ്റി നിർത്തിയ ഏറ്റവും കുറച്ച് ഗോൾസ് അടിച്ചിട്ടുള്ള ടീമാണ് എവർട്ടൺ. എന്നിട്ട് ഒരു 10ാം സ്ഥാനത്തൊക്കെ ഉണ്ട്. 3ാം സ്ഥാനത്തുള്ള ആസ്റ്റൺ വില്ലക്ക് ഇന്ന് യുണൈറ്റഡിനെതിരെ ഒരു കളിയുണ്ട്. അവർ ജയിച്ചു കഴിഞ്ഞാൽ 2ാം സ്ഥാനത്തുള്ള സിറ്റിയുമായിട്ട് ഒരൊറ്റ പോയിന്റിന്റെ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. എല്ലാ കോമ്പറ്റീഷനും എടുക്കുമ്പോൾ കഴിഞ്ഞ 9 മാച്ചിൽ 9ഉം ജയിച്ചു വരുന്ന ഒരു ടീമാണ് ആസ്റ്റൺ വില്ല. യുണൈറ്റഡിനായിട്ട് ഒരു ജയിച്ചില്ലെങ്കിലാണ് പ്രശ്നം. പിന്നെ ഇപ്പൊ എന്താ, എർലിംഗ് ഹാലണ്ട് വെസ്റ്റ് ഹാമിനെതിരെയും ആള് 2 ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോ CR7 കൂടുതൽ പ്രീമിയർ ലീഗ് ഗോൾസ് ഹാളണ്ടിന്റെ പേരിലുണ്ട്. എന്താലേ, ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ മാത്രം 19 ഗോള്. സീസൺ പകുതി ആവണുള്ളൂ. വയ്യാത്തോൻ. ഹാളണ്ട്, ഗോൾസ്, CR7, ഇതെല്ലാം കൂടെ പറയുമ്പോൾ അടുത്തത് എന്തായാലും എംബാപ്പനെ കുറിച്ച് തന്നെ ഞാൻ പറയണം. പക്ഷെ അതിനു മുന്നേ ഞാൻ അറിയാതെ ഒരു പോഡ്കാസ്റ്റ്/ഇന്റർവ്യൂ പോലത്തെ ഒരു സാധനം ചെയ്തു പോയി. ആരും പേടിക്കണ്ട, വെറൈറ്റി മീഡിയയും നീലക്കുയിലൊന്നല്ല. നിങ്ങൾ എല്ലാവരും പോയിട്ട് അത് കാണണമെന്നും ഞാൻ പറയില്ല. കാരണം കുറെ യാപ്പിംഗ് സെഷൻ ആണ് മെയിനായിട്ട്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് പുണ്യൊന്നും കിട്ടാൻ പോണില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പറയാത്ത കുറെ കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ പറ്റണോര് പോയിട്ട് കാണുക. ലിങ്ക് കമന്റ് സെക്ഷനിൽ കൊടുക്കുക. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് എംബുമോന്റെ കാര്യത്തെ കുറിച്ച് സംസാരിക്കാം. സംഭവം റയൽ മാഡ്രിഡ് ഈ ഒരു സീസണിൽ ഒരു മെനയില്ലാത്ത, കൺസിസ്റ്റന്റ് അല്ലാത്ത ടൈപ്പ് ഓഫ് പെർഫോമൻസും റിസൾട്ടും ഒക്കെ ആണ് തരുന്നതെന്നുണ്ടെങ്കിലും എംബുമോന്റെ കാര്യത്തിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ആള് കൺസിസ്റ്റന്റ് ആണ് ആൻഡ് ഹീസ് ഓൺ എ ജനറേഷണൽ ഗോൾ സ്കോറിംഗ് റൺ. ഈ സീസൺ ലാ ലീഗയിൽ ആൾ ഓൾറെഡി 18 ഗോൾസ് സ്കോർ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഒരു കലണ്ടർ ഇയറിൽ നോക്കുമ്പോൾ സാക്ഷാൽ CR7 59 ഗോളാണ് ആസ് എ റയൽ മാഡ്രിഡ് പ്ലെയർ ആള് സ്കോർ ചെയ്തിട്ടുള്ളത്. 2025 കലണ്ടർ ഇയറിലെ റയൽ മാഡ്രിഡിന്റെ ഫൈനൽ മാച്ച് വേഴ്സസ് സെവിയ. ഈ ഒരു മാച്ചിൽ എംബുമോന് കുറച്ചൊക്കെ ചാൻസസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഫൈനലി 86ാം മിനിറ്റില് ഒരു പെനാൾട്ടി. ആ പെനാൾട്ടി ആള് അണ്ണനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് അങ്ങോട്ട് എടുക്കണു, സ്കോർ ചെയ്യണു. 59 ഗോൾ എന്നുള്ള CR7 റെക്കോർഡിനൊപ്പം ആൾ എത്തണു. എന്നിട്ട് ആളൊരു ഷൂ ഇട്ടു, 2 ഷൂ ഇട്ട്. എന്താലേ, ഫാൻ ബോയ്സം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ് വേണ്ടത്. എന്നിട്ട് ആള് ഇന്റർവ്യൂവിൽ പറയാണ് CR7 ആള് റയൽ മാഡ്രിഡിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അഡ്വൈസസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു മൊമെന്റ് വന്നപ്പോൾ CR7 ആ ഒരു ഗോൾ ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് തോന്നിയെന്ന്. എന്ത് നല്ല ചെക്കനാ. ഇന്നെ പോലെ തന്നെ ഞാനും ഇങ്ങനെ കയറാം. മാഡ്രിഡ് ഫാൻസ് എംബാപ്പയുടെ കാര്യത്തിൽ ഹാപ്പി ആണെങ്കിലും ഈ ഒരു ടീമിന്റെ പെർഫോമൻസ് ആയാലും ഈ ഒരു സീസണിൽ അവർക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ട്രോഫീസിന്റെ കാര്യത്തിലാണെങ്കിലും വലിയ പ്രതീക്ഷയൊന്നും വെക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ വിനീഷ്യസ് വീണ്ടും ഒരു ചർച്ചാ വിഷയമായിരിക്കുകയാണ്. കുറെ അധികം നെഗറ്റിവിറ്റീസ് ആളുടെ ചുറ്റും വരുന്നുണ്ട്. ആൻഡ് റോഡ്രിഗോയുടെ ഈ ഒരു മാച്ചിലെ പെർഫോമൻസ് കണ്ടിട്ട് ഫാൻസ് വീണ്ടും ചേരി തിരിഞ്ഞിട്ടുണ്ട്. റോഡ്രിഗോ ബെറ്റർ ദാൻ വിനി, അല്ലെങ്കിൽ റോഡ്രിഗോ കളിക്കുന്നതാണ് നല്ലത്, ബ്ലാ ബ്ലാ ബ്ലാ. ഇനിയിപ്പോ എന്താവാൻ പോണെന്നറിയോ, വിനി അടുത്ത കുറച്ച് മാച്ചിൽ നന്നായി കളിക്കും, റോഡ്രിഗോന്റെ പെർഫോമൻസ് ഇച്ചിരി താഴും. അപ്പൊ എന്തായി, വിനി നല്ലോൻ, റോഡ്രിഗോ കുറ്റക്കാരൻ. ഇറ്റങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര റിയാക്ഷൻ അറിയാം. വേറെ ഇപ്പൊ എന്താ, ദ ബെസ്റ്റ് ലീഗ് ഇൻ ദ വേൾഡ് അവര് ഇപ്പോഴും ബ്രേക്കിന് ശേഷം റീസ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 27 ഡിസംബർ അൽ നസർ വേഴ്സസ് അൽ അഖൂത്ത്.
ഐ ആം വെയിറ്റിംഗ്.